ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല സെക്കൻഡ് സെമിസ്റ്റർ MPL ഡിഗ്രി എക്സാമിനേഷൻ പേപ്പർ 4 ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് എക്കണോമിക് ഓർഗനൈസേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ എക്കണോമിക് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം മാർക്ക് 80 ആണ്. 5 ചോദ്യങ്ങളുണ്ടാവും. 5 ചോദ്യങ്ങൾക്കും ഓരോ ചോദ്യത്തിനും 2 ഡിവിഷൻസ് ആയിരിക്കും. അതായത് A and B ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഈ 5 ചോദ്യങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ആൾസോ 16 മാർക്കായിരിക്കും ഓരോ ചോദ്യോത്തരത്തിനും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 1 A എന്ന് പറഞ്ഞത് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റുപ്പീസ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ആൾസോ ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഓർ B ഐഡൻറ്റിഫൈ ദ ബേസിക് കൺസെപ്റ്റ് റിലേറ്റിംഗ് ടു ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് വേരിയസ് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് റീഗെയിംസ്. 2 A എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറീസ്, എസ്പെഷ്യലി മേക്ക് എ ക്രിട്ടിക്കൽ കമൻറ്റ് ഓൺ ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി. ഓർ B എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ആൻറ്റി ഡംപിംഗ് പോളിസി ആൻഡ് അനലൈസ് അബൌട്ട് കാഡ്ബറി കമ്മിറ്റി. ഇനി 3 elucidate the importance of UN Declaration on New International Economic Order and state about the role of economic organization. Or B explain the constitution and power of Economic Commission for Europe ECE, compare the same with Economic Commission for Latin America ECLA. ഇനി 4ാമത്തത് സ്റ്റേറ്റ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക് ലോ ആൻഡ് കമൻറ്റ് ഓൺ ദ വേൾഡ് ഫിനാൻഷ്യൽ ആൻഡ് ട്രേഡ് ഓർഡർ. Or B mention the institutional framework of WTO and comment on the principle of non-discrimination under GATT and GATS. ഇനി 5 എന്ന് പറയുന്നത് A explain the European monetary system and rise for the Euro international monetary law and private activity. Or B elucidate the impact of Bretton Woods system in international trade, also mention on the evolving standard of international law on international investment. സോ ഇത് ഇത്രയുമാണ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് എക്കണോമിക് ഓർഗനൈസേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ എക്കണോമിക് ലോ എന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കഴിഞ്ഞ 2022 ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക് യു.